ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈവനിങ്ങിൽ ഒരു ചായ കുടിച്ച് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് അമ്മ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ ഇന്നലെ വീട്ടിൽ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തുള്ള പറമ്പിലേക്കൊന്ന് കൂണ് നോക്കാൻ പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഷമേട്ടും കൂടെ ബൈക്കിലാണ് കേട്ടോ കൂണ് നോക്കാൻ പോയത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ പറമ്പിൽ നിന്ന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. ചിലപ്പോൾ ഗേറ്റിൽ ബിരിയാണി വിളമ്പിയാലോ. പിന്നെ ഈ ഒരു മരം കണ്ടോ, ഇത് ഊതിൻ്റെ മരമാണ്. പെർഫ്യൂമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഊതിൻ്റെ മരം കേട്ടോ. അത് കുറേ സാമ്പിൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അവർ പോയിട്ടുണ്ട്. അത് വിറ്റിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഈ ഒരു വാഴ, ഇത് മറിഞ്ഞ് വീണതാണ്. പക്ഷേ ആ കൊല കണ്ടോ, അങ്ങനെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ മൂക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പറമ്പിൽ ഈ തോടിൻ്റെ ഭാഗത്തായിരുന്നു കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നോക്കാമെന്ന് കരുതിയേ. നോക്കുമ്പോൾ തന്നെ സമയത്തിന് ഇവിടുന്ന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കരിയിലക്കൂണാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതിനെക്കുറിച്ച് കൂണിനെ എനിക്കറിയില്ല, എന്നാലും കരിയിലക്കൂണാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഇതാ കുറേ കൂണ് പറിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നോക്കണ സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ ഇതേപോലെ കൂണുകൾ മുളച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കൈയോടെ തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൂണുണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം വന്ന് നോക്കിയായിരുന്നു നമുക്ക് ഒന്നും കൂടെ എളുപ്പം കിട്ടിയാനായിട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും കൂണ് കാണുന്നത്. അതായത് പുല്ലും അങ്ങനത്തെ ഒന്നും ഇല്ലാതെ. ഇപ്പോൾ കണ്ടല്ലേ, കുറേ കൂണൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു കൂണ് കിട്ടിയപ്പോൾ ഞാനത് കൈയോടെ പറിച്ചെടുത്തു കേട്ടോ. കുറച്ച് കേട് വന്ന പോലെ ഉണ്ട്, പക്ഷേ അത് നല്ല കൂണാണ്. പിന്നെ ഈ ഒരു കൂണ് നോക്കിക്കേ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു കൂണ് കേട്ടോ. ഈ ഒരൊറ്റ കൂണ് ഇങ്ങനെ ഇത്ര വലുതായിട്ട് കിട്ടിയിട്ടും ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു അത്ഭുതം പോലെ തോന്നിയിട്ട് കുറേ നേരം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. കാരണം ഇത്രയും ഒരു വലിയ കൂണ് ഒക്കെ ഇങ്ങനെ കാണുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആയി നമുക്ക് കൂണൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ പോലെ എടുത്തു വെച്ചതാണ്. പിന്നെ ഇത്രയും കൂണായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സമയത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നേ. കൂണ് ഇങ്ങനെ പറിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ. എന്തായാലും അമ്മ പറഞ്ഞിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വീട്ടിൽ പോയിട്ട് കറി വെച്ചിട്ട് കാണാം. അപ്പോൾ നമുക്ക് കൂണൊക്കെ പറിച്ചതാ ബൈക്കിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ അമ്മയും പിന്നെ ആർച്ചക്കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നേ. ആർച്ച ഞങ്ങൾ പോരുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് ബഹളം വെച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവളെ കൂട്ടാതെ പോയതിനുള്ള സങ്കടത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, അമ്മ കൂണ് കിട്ടിയപ്പോൾ ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയും പോയി നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഓക്കെ, ബൈ, സീ യു.